മഹാഭാരത ഇതിഹാസത്തിൽ നായകന്മാരായി പുകഴ്പെറ്റവരുടെ കൂട്ടത്തിലല്ലാതെ ഏകനായി തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ നമുക്ക് കാണാനായി കഴിയും. അതാണ് കർണൻ. ജന്മം കൊണ്ട് ക്ഷത്രിയനെങ്കിലും വംശമഹിമയിൽ സംശയിച്ച് അപമാനിച്ച് മാറ്റി നിർത്തപ്പെടുന്നുണ്ട് കർണനെ പല അവസരങ്ങളിലും. എന്തൊരു ദുർവിധിയാണെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടേതല്ലാത്ത കാരണത്താൽ അപമാനിതനായി മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥ? ആത്മാർത്ഥമായിട്ടൊന്ന് കമന്റ് ചെയ്യട്ടോ. ഇത്തരം മോശം അവസ്ഥകൾ അനുഭവിച്ചതിൽ നിന്നുണ്ടായ വൈരാഗ്യബുദ്ധി കൊണ്ടായിരിക്കാം ചില അവസരങ്ങളിൽ ധർമ്മത്തിന് നിരക്കാത്ത പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കുന്നുണ്ട് കർണൻ. ഒരു വേള അധാർമികമാകുന്നുണ്ട്. അധർമ്മചേരിയായ കൗരവ സേനയുടെ ഭാഗമായി യുദ്ധത്തിൽ പൊരുതി മരണം വരിക്കേണ്ടി വന്നു കർണന്. എങ്കിലും മഹാഭാരത ഇതിഹാസത്തിൽ അധികം വാഴ്ത്തപ്പെടാത്ത വീരപരിവേഷം ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു ക്ഷത്രിയൻ തന്നെയാണ് കർണൻ. ഈ കർണന്റെ കഥയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. കാരണം ഉൾക്കരുത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീകമാണ് കർണൻ. പോകാം വീഡിയോയിലേക്ക്. മഹാഭാരതത്തിൽ കർണന്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. കുന്തിഭോജ രാജാവിന്റെ വളർത്തുമകളായ കുന്തി ദേവിക്ക് ദുർവാസാവു മഹർഷിയിൽ നിന്നും ഒരു വരദാനം കിട്ടിയിരുന്നു. തനിക്ക് ലഭിച്ച മന്ത്രസിദ്ധി കൊണ്ട് തന്റെ ഇഷ്ടദേവതകളെ ആവാഹിച്ചു വരുത്തി അവരുടെ അനുഗ്രഹത്താൽ പുത്രലാഭം നേടാനാകും എന്നതായിരുന്നു അത്. കൗമാരത്തിന്റെ കൗതുകം കൊണ്ട് ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ തന്നെ കുന്തി തീരുമാനിച്ചു. സൂര്യദേവനെ നോക്കി മന്ത്രജപം നടത്തിയ കുന്തിക്ക് മുന്നിൽ പ്രത്യക്ഷനായ സൂര്യദേവന്റെ അനുഗ്രഹത്താൽ അവൾക്കൊരു ആൺകുഞ്ഞു ജനിച്ചു. സുവർണ ശോഭയുള്ള കവചകുണ്ടലങ്ങൾ ധരിച്ച ഒരു മിടുക്കൻ. അവിവാഹിതയായ തനിക്കൊരു കുഞ്ഞ് ജനിച്ചത് അപമാനകരവും കുലമാഹാത്മ്യത്തെ കെടുത്തുന്നതുമാണെന്ന് തിരിച്ചറിഞ്ഞ കുന്തി ഒരു തോഴിയുടെ സഹായത്തോടെ കുഞ്ഞിനെ ഭദ്രമായി ഒരു പേടകത്തിൽ കിടത്തി നദിയിൽ ഒഴുക്കി വിട്ടു. ഹസ്തിനപുരിയിലെ സൂതനായ അധിരഥൻ യാദൃച്ഛികമായി പേടകം കണ്ടു. പേടകത്തിലെ സുന്ദരനായ കുഞ്ഞിനെ കണ്ട അയാൾ സന്തോഷവാനായി. മക്കളില്ലാതിരുന്ന അധിരഥനും ഭാര്യ രാധയുമാണ് ആ കുഞ്ഞിന് അച്ഛനും അമ്മയുമായത്. വസുഷേണൻ എന്ന പേര് നൽകി അവർ അവനെ ഓമനിച്ചു വളർത്തി. എന്നാൽ കർണാഭരണങ്ങളോടെയും ജനിച്ചവനാകയാൽ കർണൻ എന്ന പേരിലാണ് അവൻ പ്രശസ്തനായത്. ഹസ്തിനപുരിയിലെ രാജകുമാരന്മാരുടെ കൂടെ ദ്രോണാചാര്യരിൽ നിന്നുമായിരുന്നു കർണനും വിദ്യ അഭ്യസിച്ചിരുന്നത്. അവിടെ മുതൽ തന്നെ കർണൻ വിവേചനം അനുഭവിച്ചു തുടങ്ങി. സൂതപുത്രനായിരുന്നതിനാൽ മർമ്മപ്രധാനമായ ആയുധവിദ്യകളൊന്നും ദ്രോണർ കർണനെ അഭ്യസിപ്പിച്ചിരുന്നില്ല. ഒരു ദിവസം കർണൻ ഗുരുനാഥന്റെ അടുക്കൽ ചെന്ന് തനിക്ക് ബ്രഹ്മാസ്ത്രം ഉപദേശിച്ചു തരാൻ ആവശ്യപ്പെട്ടു. പക്ഷേ സൂതപുത്രനായ കർണന് ബ്രഹ്മാസ്ത്രം നൽകാൻ ദ്രോണർ തയ്യാറായില്ല. കുലത്തിന്റെ പേരിൽ നേരിട്ട അപമാനത്താൽ താൻ ഏതു വിധേനയും ബ്രഹ്മാസ്ത്രം നേടുമെന്ന് പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ പരശുരാമനെ തന്റെ ഗുരുവായി കർണൻ കണ്ടെത്തി. ബ്രാഹ്മണരെ മാത്രം ധനുർവിദ്യ പഠിപ്പിച്ചിരുന്ന പരശുരാമന്റെ അടുക്കൽ ചെന്ന് താനൊരു ബ്രാഹ്മണനാണെന്നുള്ള കള്ളം പറഞ്ഞ് അദ്ദേഹത്തിന്റെ ശിഷ്യത്വം നേടി. ഈ പറഞ്ഞ കള്ളം കർണന് പിന്നീട് വിനയാകുന്നുണ്ട്. കഥ മുഴുവനൊന്ന് കേട്ടോളൂ കേട്ടോ. ഒരു ദിവസം പരശുരാമൻ കർണന്റെ മടിയിൽ തലചായ്ച്ചുറങ്ങുന്ന സമയം എവിടെ നിന്നോ ഒരു വണ്ട് കർണന്റെ തുടയിൽ വന്നിരുന്ന് മുറിവേൽപ്പിക്കാൻ തുടങ്ങി. അസഹ്യമായി വേദനിച്ചുവെങ്കിലും താൻ കാലനക്കിയാൽ ഗുരുവിന്റെ ഉറക്കത്തിന് തടസ്സം വന്നാലോ എന്ന ചിന്തയാൽ കർണൻ കഠിനമായ വേദന കടിച്ചമർത്തി അങ്ങനെ ഇരുന്നു. കുറെ നേരം കഴിഞ്ഞ് കർണന്റെ തുടയിൽ നിന്നും ഒലിച്ച രക്തത്തിന്റെ നനവറിഞ്ഞ പരശുരാമൻ ഉറക്കം വിട്ടെണീറ്റു. അദ്ദേഹം കോപിഷ്ഠനായി. കാരണം ഒരിക്കലും ഒരു ബ്രാഹ്മണന് ഇത്രയും കഠിന വേദന സഹിച്ചിരിക്കാനുള്ള കഴിവ് ഉണ്ടാകില്ല എന്ന് അദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. പരശുരാമൻ കർണനെ ശപിച്ചു. നീ വിദ്യ എന്നെ കബളിപ്പിച്ച് നേടിയതാണ്. അതിനാൽ ഞാൻ നിനക്ക് ഉപദേശിച്ചു തരുന്ന വിദ്യ നിനക്ക് വേണ്ട സമയത്ത് പ്രയോജനപ്പെടാതെ പോകട്ടെ എന്നതായിരുന്നു ആ ശാപം. കുരുക്ഷേത്ര യുദ്ധ സമയത്ത് അങ്ങനെ ശാപം ഫലിക്കുകയും ചെയ്തു. ആ സന്ദർഭവും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്തു പോകാതെ മുഴുവനായിട്ട് കാണൂ കേട്ടോ. പാണ്ഡവകുമാരന്മാരുടെയും കൗരവ രാജകുമാരന്മാരുടെയും ആയുധ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച അവസരത്തിൽ അവരുടെ പാടവം പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദി ഭീഷ്മർ ഹസ്തിനപുരിയിൽ ഒരുക്കി. അന്തഃപുരവാസികളെ കൂടാതെ പൗരപ്രമുഖരും സാധാരണ ജനങ്ങളും ഈ പ്രകടനം കാണാനെത്തിയിരുന്നു. രാജകുമാരന്മാർ എല്ലാവരും അവരവരുടെ കഴിവുകൾ കാഴ്ചവെച്ചുകൊണ്ട് സദസ്സിനെ വിസ്മയിപ്പിച്ചു. അർജുനനാണ് ഒടുവിലായി എത്തിയത്.
പല വിധത്തിലുള്ള ദിവ്യാസ്ത്രങ്ങൾ കൊണ്ടും മറ്റായുധങ്ങൾ കൊണ്ടും തന്റെ പ്രാവീണ്യം സഭയിൽ പ്രദർശിപ്പിച്ചു അർജുനൻ. ജനം വിസ്മയഭരിതരായിരിക്കവേ സിംഹനാദം പോലെ തോന്നിച്ച കരഘോഷത്തിന്റെ അകമ്പടിയോടെ തേജസ്വിയും കരുത്തനുമായ യുവാവ് കവചകുണ്ടലങ്ങൾ ധരിച്ച് സഭയിലേക്ക് കടന്നു വന്നു. കർണനായിരുന്നു അത്. ദ്രോണാചാര്യന്റെ അനുവാദത്തോടെ പ്രകടനവേദിയിലേക്ക് കയറിയ കർണൻ അർജുനനെ പരിഹസിക്കുന്ന തരത്തിലുള്ള ഒരു നോട്ടം അയച്ച്, ഹേ പാർത്ഥ, നീ ചെയ്ത വിദ്യകളൊക്കെ കുറച്ചുകൂടി ഭംഗിയായി ഞാൻ ചെയ്തു കാണിക്കാം, നീ അത്രയ്ക്കങ്ങ് ഞെളിയണ്ട എന്ന് പറഞ്ഞ് അർജുനൻ ചെയ്ത അഭ്യാസങ്ങളെല്ലാം തന്നെ കൂടുതൽ മികവോടെ കർണൻ കാഴ്ചവെച്ചു. കർണന്റെ പ്രകടനം കഴിഞ്ഞപ്പോൾ അർജുനനും കർണനും വാക്കുകൾ കൊണ്ട് പോരടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. കൃപാചാര്യർ അതിലിടപെട്ടു. ആചാര്യർ അർജുനന്റെ കുലഗോത്ര മഹിമകളും മാതൃപിതൃ പരമ്പരകളും എല്ലാം പറഞ്ഞിട്ട് നിനക്കെന്താണ് അവകാശപ്പെടാനുള്ളത് എന്ന് ആക്ഷേപിക്കുന്ന നിലയിൽ കർണനോട് ചോദിച്ചു. ആ ചോദ്യം കേട്ട് ലജ്ജിതനായി നിന്ന കർണന്റെ രക്ഷയ്ക്ക് ദുര്യോധനൻ എത്തി. കർണൻ ആരുമില്ലാത്തവനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അംഗരാജ്യത്തെ രാജപദവി അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യുകയും തുടർന്ന് രാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്തു. വലിയൊരു സൗഹൃദത്തിന് തുടക്കം കുറിക്കുകയാണ് ദുര്യോധനൻ അതിലൂടെ ചെയ്തത്. ഇതുപോലെ തന്നെ ദ്രൗപദി സ്വയംവര വേദിയിലും കർണൻ അപമാനിക്കപ്പെടുന്നുണ്ട്. പാഞ്ചാല രാജാവ് തന്റെ മകൾ ദ്രൗപദിയുടെ സ്വയംവരത്തിനായി വളരെ ഗംഭീരമായ ഒരുക്കങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 4 ദിക്കുകളിലുള്ള രാജാക്കന്മാർ അവിടെ എത്തി. സ്വയംവരത്തിൽ ഒരു മത്സര മാനദണ്ഡമായി അവിടെ ഉയരമുള്ള ഒരു സ്തൂപവും അതിന്റെ തലക്കൽ ദ്വാരമുള്ളൊരു പലകയും അതിനുമപ്പുറത്തായി തൂക്കിയിട്ട നിലയിൽ ഒരു പക്ഷിരൂപവും ഉണ്ടായിരുന്നു. ഒരേ സമയം 5 അമ്പുകൾ തൊടുത്ത് ദ്വാരത്തിലൂടെ അതിനപ്പുറത്തുള്ള പക്ഷിയെ എയ്ത് വീഴ്ത്തുന്ന വീരനെ ആയിരിക്കും ദ്രൗപദി സ്വയംവരമാല്യം ചാർത്തുക. സ്വയംവര മത്സര ചടങ്ങുകൾ കാണാൻ വേണ്ടി പൗരജനങ്ങൾക്കൊപ്പം ബലരാമനും കൃഷ്ണനും ബ്രാഹ്മണ വേഷത്തിൽ പാണ്ഡവരും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. രാജാക്കന്മാർ ഓരോരുത്തരും വന്ന് വില്ലെടുത്ത് കുലയ്ക്കാൻ ശ്രമിച്ചു. ചിലർ വില്ല് പൊക്കാൻ പോലും ആകാതെ കുഴഞ്ഞു നിലത്തിരുന്നു. മറ്റു ചിലർ ഞാൻ മുറുക്കുന്നതിനിടയിൽ തെറിച്ചു വീണു. ദുര്യോധനാദികൾ ഒട്ടുമുക്കാൽ പേരും പരിഹാസരായി പിൻവാങ്ങിയ വേദിയിലേക്ക് ആത്മവിശ്വാസത്തോടെ നടന്നെടുത്ത കർണൻ നിഷ്പ്രയാസം ആ വില്ലുയർത്തി. കുഴിയെ കുലച്ച് ഞാൻ കെട്ടിമുറുക്കി അനായാസം 5 അമ്പുകൾ തൊടുത്ത് യന്ത്രപക്ഷിയെ ലക്ഷ്യമാക്കി തൊടുക്കാൻ ഒരുങ്ങവേ ദ്രൗപദി ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിർത്തൂ, സൂതപുത്രനെ ഒരിക്കലും ഞാൻ വരിക്കില്ല എന്ന്. അത് കേട്ട് അപമാനിതനായ കർണൻ കണ്ണിൽ എരിയുന്ന കനലോടെ സൂര്യഭഗവാനെ നോക്കിയിട്ട് കോപത്തോടെ അമ്പും വില്ലും വലിച്ചെറിഞ്ഞ് വേദിയിൽ നിന്നും പിൻവാങ്ങി. ഇതുപോലൊരു അപമാനം ഏതൊരു മനുഷ്യനാണ് സഹിക്കാനാവുക എന്നൊന്ന് നിങ്ങളൊന്ന് പറയൂ. ഇങ്ങനെയൊക്കെ അപമാനിതനായ തന്നെ സ്വന്തം സഹോദരതുല്യം സ്ഥാനം നൽകി അംഗരാജ്യവും തന്ന് തന്നെ ചേർത്ത് നിർത്തിയ ദുര്യോധനോടുള്ള കൂറ് കാരണം അധാർമിയാകുന്ന കർണനെയും നമുക്ക് മഹാഭാരതത്തിൽ കാണാം. ചൂതുകളിയിൽ തോറ്റ് സ്വയം പണയപ്പെടുത്തി ദ്രൗപദിയെ പോലും പണയവസ്തുവായി നൽകി കഴിഞ്ഞ പാണ്ഡവർ അങ്ങനെ നിൽക്കുന്ന അവസരത്തില് ദുശാസനോട് പാണ്ഡവരുടെയും ദ്രൗപദിയുടെയും വസ്ത്രങ്ങൾ അഴിച്ചു വാങ്ങാൻ നിർദ്ദേശിക്കുന്നത് ഈ കർണൻ തന്നെയാണ്. ഇതേ കർണന്റെ ദാനശീലമുള്ള മറ്റൊരു മുഖവും നമുക്ക് മഹാഭാരതത്തിൽ കാണാം. തന്നോട് ദാനം ചോദിച്ചു വരുന്നവരെ നിരാശനാക്കാത്ത കർണന്റെ ഈ സ്വഭാവം ഒരവസരത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നുമുണ്ട്. ജന്മസിദ്ധമായ കവചകുണ്ടലങ്ങൾ ഉള്ളപ്പോൾ കർണനെ അപായപ്പെടുത്താനാകില്ലെന്നറിയാവുന്ന ഇന്ദ്രൻ ഒരു സാധാരണ ബ്രാഹ്മണന്റെ രൂപത്തിൽ പുലർകാലെ കർണനെ സമീപിച്ചിട്ട് കവചകുണ്ടലങ്ങൾ ദാനമായി ആവശ്യപ്പെടുന്നു. തനിക്ക് ജീവഹാനി ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നിട്ടും ജന്മകാരകനായ സൂര്യദേവന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നിട്ട് പോലും ദാനധർമ്മശീലം ഉള്ളിലുള്ള കർണൻ കവചകുണ്ടലങ്ങൾ ദാനമായി നൽകി. ഇതിന്റെ എല്ലാം ഒടുക്കമായി കർണനെ കാത്തിരുന്നത് യുദ്ധഭൂമിയിലെ അപമൃത്യുവായിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 17ാം ദിവസം അർജുനനും കർണനും നേർക്കുനേർ ഏറ്റുമുട്ടി. അയവില്ലാതെ ഇരുവരും ഇഞ്ചോടിഞ്ച് എതിരിട്ട് നിന്നു. കർണന്റെ ഉഗ്രശേഷിയുള്ള സർപ്പമുഖ ബാണത്തിൽ നിന്ന് കൃഷ്ണന്റെ സഹായത്തോടെയാണ് അർജുനൻ രക്ഷപ്പെട്ടത്. ഇതിനിടെ കർണന്റെ തേർച്ചക്രം ചെളിയിൽ പുതഞ്ഞുപോയി. ധർമ്മയുദ്ധനീതി ഓർമ്മിപ്പിച്ചുകൊണ്ട് തേർച്ചക്രം ഉയർത്തുന്നതുവരേക്കും ആയുധം പ്രയോഗിക്കരുതെന്ന് കർണൻ ആവശ്യപ്പെട്ടുവെങ്കിലും കർണൻ ഓരോരോ അവസരങ്ങളിലായി ചെയ്തു കൂട്ടിയ അധർമ്മ പ്രവൃത്തികൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിനക്ക് ധർമ്മത്തെപ്പറ്റി പറയാൻ എന്താണ് യോഗ്യതയെന്ന് കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. ഭീമനെ വിഷച്ചോറൂട്ടിയപ്പോഴും ദുര്യോധനോട് ചേർന്ന് പാണ്ഡവരെ അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലാൻ ശ്രമിച്ചപ്പോഴും ദ്രൗപദിയെ സഭയിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്തപ്പോഴും ശകുനിയോട് ചേർന്ന് കള്ളച്ചൂതിന് കൂട്ടുനിന്നപ്പോഴും തോന്നാത്ത ധർമ്മബോധം നിനക്ക് പെട്ടെന്ന് എങ്ങനെ വന്നു എന്ന് കൃഷ്ണൻ ചോദിച്ചു.
13 വർഷം കഴിഞ്ഞ് തിരികെ വന്ന പാണ്ഡവർക്ക് രാജ്യം കൊടുക്കാതിരിക്കാനും നീ കൂട്ടുനിന്നു. അന്നൊക്കെ നിന്റെ ധർമ്മബോധം എവിടെ പോയി കർണ എന്ന് ഭഗവാൻ ചോദിച്ചപ്പോൾ കർണന് മറുപടിയൊന്നുമില്ലായിരുന്നു. കൃഷ്ണന്റെ ഉപദേശമനുസരിച്ച് അർജുനൻ ആദ്യം കർണന്റെ ധ്വജത്തെ എഴുതി വീഴ്ത്തി. തുടർന്ന് വജ്രം പോലെ ശോഭിക്കുന്ന ആഞ്ജലീകം എന്ന അസ്ത്രത്തെ വില്ലിൽ ചേർത്ത് കർണന്റെ ശിരസ് അറുത്തു വീഴ്ത്തി. മരിച്ചു വീണ കർണന്റെ ശരീരത്തിൽ നിന്നും ഒരു തീക്ഷണമായ തേജസ് ഉയർന്ന് സൂര്യദേവനിൽ ലയിക്കുന്നത് സകലരും അത്ഭുതത്തോടെ നോക്കി നിന്നു. അപ്പോൾ കർണന്റെ ചരിത്രം പറഞ്ഞ ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾ ഇപ്പോൾ കണ്ട വീഡിയോയെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്തുമാകാം. നല്ല നല്ല നിർദ്ദേശങ്ങളാകാം, അല്ലെങ്കിൽ തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കലാകാം, അങ്ങനെ എന്തും നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് കമന്റായി കുറിക്കട്ടോ. അപ്പം ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ.